ആരെയൊക്കെ ലൈഫിൽ സഹായിക്കരുത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പേഴ്സണൽ ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഒരാൾക്ക് വേണ്ടി നിങ്ങൾക്ക് കഴിയാവുന്നതിന്റെ പരമാവധി നിങ്ങൾ ചെയ്തിട്ടും അവസാനം ഇതൊന്നും മതിയായില്ല എന്നുള്ള ഒരു ഫീല് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ രാത്രി ഉറങ്ങാതെ ഒരാളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളെ പറ്റി ഒരു നിമിഷം പോലും ചിന്തിക്കാത്ത സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ടോ? നിങ്ങൾ പണം കൊടുത്തിട്ടുണ്ടാവാം, നിങ്ങൾക്കുണ്ടായിരുന്ന പ്ലാൻസ് ക്യാൻസൽ ചെയ്ത് അവർക്ക് വേണ്ടി നിന്നിട്ടുണ്ടാവാം, നിങ്ങളുടെ പെയിൻ ഉള്ളിലാക്കി വെച്ച് മറ്റൊരാൾക്കായി സ്ട്രോങ് ആയി നിന്നിട്ടുണ്ടാവാം. പക്ഷേ ഒരു ദിവസം നിങ്ങൾക്ക് സപ്പോർട്ട് വേണ്ട സാഹചര്യം വന്നപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് സൈലൻസ് ആയിരുന്നോ? എങ്കിൽ ആ സൈലൻസ് നമ്മളുടെ ലൈഫിന്റെ ഏറ്റവും വലിയ ടീച്ചർ ആയിരിക്കും. നമ്മളുടെ ലോയൽറ്റിയും നമ്മളുടെ സാക്രിഫൈസും ഡിസേർവ് ചെയ്യാനാവില്ല. ഇതിനർത്ഥം നിങ്ങളെ ഭയങ്കര ക്രൂവലായി മാറാനല്ല ഞാൻ പറയുന്നത്. ഇത് ഒരു സിമ്പിൾ റിയലൈസേഷൻ ആണ്. ചില ആളുകളെ സഹായിക്കുന്നത് ഒരു നോബിൾ ആക്ട് പോലെ നമുക്ക് തോന്നുമെങ്കിലും പിന്നീട് അത് നമ്മളെ തന്നെ തകർക്കുന്ന ഒരു കാര്യമായി മാറും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള 5 തരത്തിലുള്ള ആളുകളെ പറ്റിയിട്ടാണ്. ഇവരൊന്നും സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കണം എന്നുള്ളതില്ല, നമ്മൾ ഡീപ്ലി കെയർ ചെയ്യുന്ന ആളുകളായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഞാൻ ഡേഞ്ചറസ് എന്ന് പറയുന്നത്. നമ്പർ 1, ആവശ്യം വരുമ്പോൾ മാത്രം നിങ്ങളെ ഓർക്കുന്ന ഒരാൾ. ഒരു ചെറിയ സീൻ ഒന്ന് ഇമാജിൻ ചെയ്യൂ. കുറെ നാളായിട്ട് കോണ്ടാക്ട് ഇല്ലാതിരുന്ന ഒരാളാണ്. ഒരിക്കൽ വളരെ ക്ലോസ് ആയിരുന്ന ആളാകാം, ഒരു ഫ്രണ്ട്, കസിന്, കൊളീഗ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സമയത്ത് എമോഷണലി അറ്റാച്ച്ഡ് ആയിരുന്ന വ്യക്തിയാവാം. മാസങ്ങളായിട്ടും വർഷത്തിനടുത്തായിട്ടും മെസ്സേജോ കോളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം നമുക്കൊരു കോള് വരുന്നുണ്ടാവും. എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു, നിങ്ങളോട് മാത്രമേ പറയാൻ പറ്റൂ, അർജന്റ് ആണ്, നിങ്ങൾ എന്നെ കൈവിടരുത്. ആ സമയത്ത് അവരുടെ വോയിസിൽ തന്നെ നിങ്ങൾക്ക് അവർ ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ടെന്ന് ഫീല് വരുന്നുണ്ടാവും. അങ്ങനെ നിങ്ങളുടെ മൂഡ്, നിങ്ങളുടെ പ്ലാന് എല്ലാം തന്നെ നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ കാര്യം സോൾവ് ചെയ്യാനായിട്ട് കടക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെ സ്ലോലി ഒരു പാറ്റേൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അവരുടെ പ്രശ്നം തീരും, അവരുടെ ലൈഫ് നോർമൽ ആയിട്ട് മാറും, പിന്നീട് അവര് വീണ്ടും ഇൻവിസിബിൾ ആവും. വീണ്ടും നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ്ലി ഫൈൻ. പിന്നീട് മറ്റെന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ടാവും. ഇത് ആദ്യം തിരിച്ചറിയാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവര് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ വളരെ ജെനുവൻ ആയിട്ടുള്ളത് പോലെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ സ്ലോലി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കും, അവര് നിങ്ങളെ മിസ് ചെയ്യുന്നില്ല, നിങ്ങൾ നൽകിയ സപ്പോർട്ടിനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇത് കേൾക്കാൻ മേ ബി പെയിൻഫുൾ ആയിരിക്കാം, പക്ഷെ പല റിലേഷൻഷിപ്പിലും ഇത് തന്നെയാണ് ട്രൂത്ത്. റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ടെന്ന് കരുതൂ. അവന് ഒരു ഫിനാൻഷ്യൽ ആവശ്യം വരുമ്പോൾ നിങ്ങളെ സമീപിക്കും. കരിയർ കൺഫ്യൂഷൻ വന്നാൽ നിങ്ങളെ കോൾ ചെയ്യും. റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയാൽ നിങ്ങളോട് മണിക്കൂറിന് സംസാരിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ സിക്ക് ആവുമ്പോൾ, നിങ്ങൾ മെന്റലി ലോ ആവുമ്പോൾ, നിങ്ങൾക്ക് ഒരു കോള് വേണം എന്നുള്ള രീതിയിലായിരിക്കുമ്പോൾ അവര് ബിസി ആയിരിക്കും. ഇവിടെ നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ഈ പേഴ്സൺ എന്നെ അവസാനമായിട്ട് കോണ്ടാക്ട് ചെയ്തത് എപ്പോഴാണ്, എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പ്രത്യേകമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലാതെ ഞാൻ മെന്റലി ഓക്കെ ആണോ, സുഖമാണോ എന്നൊക്കെ അവസാനമായി ചോദിച്ചത് എപ്പോഴാണ്? നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം ഓർമ്മ വരുന്നില്ലെങ്കിൽ പാറ്റേൺ ക്ലിയർ ആണ്. ഇവിടെ പലരും പറയുന്ന ഒരു തെറ്റിദ്ധാരണയാണ്, ഞാൻ ഇവിടെ ഹെൽപ്ഫുൾ ആവുന്നത് തെറ്റല്ലാലോ എന്ന്. പക്ഷെ ഹെൽപ്ഫുൾ ആവുന്നത് തെറ്റല്ല, ഓൾവേസ് അവൈലബിൾ ആയിരിക്കുന്നതാണ് തെറ്റ്. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിലെ ഒരു പേഴ്സൺ ആയിട്ടല്ലാതെ ഒരു കൺവീനിയൻസ് ആയിട്ട് മാറുന്നുണ്ടാവും. നിങ്ങൾക്ക് തോന്നുന്നത് അതൊരു കണക്ഷൻ ആണ് എന്നാണ്, പക്ഷേ അതൊരു കൺസെപ്ഷൻ ആണ്. ഈ ഒരു വാക്കോട് കൂടി ഞാൻ ഈ ഒരു പോയിന്റ് കൺക്ലൂഡ് ചെയ്യുകയാണ്. ചില ആളുകൾ നിങ്ങളുടെ പ്രസൻസിനെ ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ അവരുടെ ലൈഫിൽ സോൾവ് ചെയ്യുന്ന പ്രോബ്ലത്തിനെയാണ് ഇഷ്ടപ്പെടുന്നത്. രണ്ടാമത്, പ്രശ്നം വിട്ടുപോവാൻ തയ്യാറല്ലാത്ത ആളുകൾ. ഇവരെ ആദ്യം കാണുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു പിറ്റി ഫീൽ ചെയ്യുന്നുണ്ടാവും. അതായത് ഇവരൊരു പെയിനോട് കൂടിയിട്ടായിരിക്കും നമ്മളോട് വരുന്നുണ്ടാവുക. എനിക്ക് പറ്റുന്നില്ല, എൻ്റെ മുന്നിൽ വഴി കാണുന്നില്ല, എൻ്റെ ലൈഫ് ഇങ്ങനെ ആവുമെന്ന് ഞാൻ കരുതിയില്ല,
എന്നൊക്കെ ഇവർ തുറന്ന് തന്നെ പറയുന്നുണ്ടാവും. അവിടെ നിങ്ങൾക്കൊരു നല്ല ഹേർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവരോടൊപ്പം ഇരിക്കുകയും ചെയ്യും. നിങ്ങൾ കേൾക്കും, അവരുടെ വേർഡ്സ് സീരിയസ് ആയി എടുക്കും, ഒരു റിയൽ സൊല്യൂഷനും കണ്ടെത്താൻ ശ്രമിക്കും. എങ്കിൽ നീ ഇങ്ങനെ ചെയ്ത് നോക്കാമോ, നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോവാം, അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ കാം ആയിട്ട് ഇരുന്ന് നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. ഇവരുമായിട്ടുള്ള ആദ്യത്തെ കോൺവെർസേഷൻ മീനിങ് ഫുൾ ആയിരിക്കും, രണ്ടാമത്തെ കോൺവെർസേഷൻ ഓക്കെ ആയിരിക്കും, മൂന്നാമത്തെ കോൺവെർസേഷൻ മുതൽ എന്തോ ഒരു തകരാറ് നിങ്ങൾ സ്മെല്ല് ചെയ്ത് തുടങ്ങും. കാരണം സ്റ്റോറി സെയിം ആണ്, പെയിൻ സെയിം ആണ്, പ്രോബ്ലമും സെയിം ആണ്, പക്ഷെ എക്സ്ക്യൂസസ് മാത്രം ന്യൂ. നിങ്ങൾ പലതരത്തിലുള്ള സൊല്യൂഷൻ കൊടുക്കുന്ന സമയത്തും ഒരു ഇഞ്ച് പോലും മൂവ്മെന്റ് ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ഹാർഷ് ട്രൂത്ത് ഉണ്ട്. ചില ആളുകൾക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ പ്രോബ്ലം നിലനിൽക്കുന്നത് തന്നെ അവർക്ക് എമോഷണലി യൂസ്ഫുൾ ആണ്. അവർക്ക് അറ്റൻഷൻ കിട്ടും, സിമ്പതി കിട്ടും, റെസ്പോൺസിബിലിറ്റി അവോയ്ഡ് ചെയ്യാനുള്ള ചാൻസ് കിട്ടുന്നുണ്ടാവും. സിമ്പിൾ ആയിട്ട് പറയാം, നിങ്ങൾക്ക് തന്നെ പേഴ്സണലി അറിയാവുന്ന ഒരു വ്യക്തി ഒരു പ്രോബ്ലം വർഷങ്ങളായിട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രോപ്പർ ആയിട്ട് ഹെൽത്തി ആയിട്ട് മാറണം, ജിമ്മിൽ പോകണം എന്നുള്ളതൊക്കെ ആയിരിക്കാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ അവർക്ക് പലതരത്തിലുള്ള അഡ്വൈസസ് കൊടുക്കുന്നു. പക്ഷേ പല മാസങ്ങൾ കഴിയുന്ന സമയത്തും അവർ സെയിം സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. എങ്കിലേ ആ പ്രശ്നം അവർക്കൊരു ബേർഡൻ അല്ല, അവരുടെ ഒരു ഐഡന്റിറ്റി ആയി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെ നിങ്ങൾക്കും ഒരു ബൗണ്ടറി വേണം. നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാം, പക്ഷേ മറ്റൊരാളുടെ ഹെൽപ്ലെസ്നെസ്സിന്റെ പെർമനന്റ് വിറ്റ്നസ് ആയി മാറരുത്. മൂന്നാമത്, നിങ്ങളുടെ തന്നെ സഹായം മേടിച്ച് പിന്നീട് നിങ്ങളിൽ തന്നെ കുറ്റം ചുമത്തുന്ന വ്യക്തികൾ. ഇത്തരത്തിലുള്ള ആളുകൾ വളരെ ഡേഞ്ചറസ് ആണ്. കാരണം ഇവർ ഡ്രെയിൻ ചെയ്യുന്നതിന് പുറമെ നമ്മളുടെ കോൺഫിഡൻസിനെയും കുറയ്ക്കുന്നുണ്ടാവും. ഒരു പേഴ്സൺ ഇമാജിൻ ചെയ്യൂ, അവൻ കൺഫ്യൂസ്ഡ് ആണ്, അവൻ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയുന്നില്ല. അവൻ നിങ്ങളെ സമീപിക്കുന്നുണ്ട്, നിങ്ങൾ ഭയങ്കര ഹോണസ്റ്റ് ആയിട്ട് നിങ്ങളുടെ സിൻസിയറിറ്റി ഒക്കെ വെച്ചിട്ട് ഒരു ജെനുവൻ ആയിട്ടുള്ള അഡ്വൈസ് നിങ്ങൾ അവർക്ക് കൊടുക്കുന്നു. മേ ബി കരിയർ ഡിസിഷൻ, റിലേഷൻഷിപ്പ്, ബിസിനസ് മൂവ്, ഇങ്ങനെയുള്ള എന്തോ ആവാം. ആ സമയത്ത് അവർ വളരെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. നിങ്ങൾ കാരണമാണ് ഞാനിത് ചെയ്തത്, നിങ്ങൾ കാരണം എനിക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടി, നിങ്ങളോട് ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ അത് അവർ ഇംപ്ലിമെന്റ് ചെയ്ത് ലൈഫ് അൺപ്രെഡിക്റ്റബിൾ ആയിട്ട് പോകുന്ന സമയത്ത് ഇതിന്റെ നറേറ്റീവ് എന്നുള്ളത് തന്നെ മാറുന്നുണ്ടാവും. നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ്, അന്ന് നിങ്ങളെ ലിസൺ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ വരില്ലായിരുന്നു, ഞാൻ നിങ്ങളെ ട്രസ്റ്റ് ചെയ്തതാണ് എന്റെ മിസ്റ്റേക്ക്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും. ശരിക്കും ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ അഡൽട്ട് അവന്റെ ഓൺ ചോയ്സസിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സേഫസ്റ്റ് പ്ലേസ് തേടുന്നുണ്ടാവും. ആൻഡ് ഹു ഈസ് ദ ഈസിയസ്റ്റ് ടാർഗറ്റ്? ദ പേഴ്സൺ ഹു ഈസ് കെയർഡ് ഇനഫ് ടു ഹെൽപ്പ്. ഇങ്ങനെ ആവുമ്പോൾ ഇവർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ സംശയം വരുന്നുണ്ടാവും. എന്റെ കാരണത്താൽ അവരുടെ ലൈഫ് സ്പോയിലായോ? പക്ഷേ ഇവിടെ നമ്മൾ ഒരു ലൈൻ ക്ലിയർ ആക്കണം. അഡ്വൈസ് കൊടുത്ത് നമ്മളാണെങ്കിലും ഡിസിഷൻ എടുക്കുന്നത് അവര് തന്നെയാണ്. നമ്മൾ ഗൈഡ് ചെയ്തു, ഫോഴ്സ് ചെയ്തില്ല, ലൈറ്റ് കാണിച്ചു, വാക്ക് ചെയ്തത് അവര് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് തന്നെ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായി എന്നൊക്കെ കേൾക്കുമ്പോൾ അവരൊന്നുകൂടി പുറത്ത് അയ്യോ അങ്ങനെ പറ്റിയോ എന്നുള്ള രീതിയിലായിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷെ ഇന്റേണലി അവരുടെ എമോഷൻ ബൂസ്റ്റ് ആവുന്നുണ്ടാവും. ഇത്തരത്തിലുള്ള ആളുകളോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് തന്നെ ഒരു സ്ട്രെയിഞ്ച് ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ടാവും. കൺവെർസേഷൻ കഴിയുമ്പോൾ ഒരു അപ്ലിഫ്റ്റ്മെന്റ് ആയിരിക്കില്ല ഫീൽ ചെയ്യുന്നുണ്ടാവുക, ഡ്രെയിൻനെസ് ആയിരിക്കും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എല്ലാവരെയും സസ്പെക്ട് ചെയ്യേണ്ട ആവശ്യം എന്നുള്ളതല്ല, പക്ഷേ നമുക്ക് ഒരു വിസ്ഡം വേണം. ചില വ്യക്തികൾ പ്രോക്സിമിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് സപ്പോർട്ട് കൊണ്ടല്ല, മെഷർമെന്റ് കൊണ്ടാണ്. അതുകൊണ്ട് യുവർ ഇന്നർ വേൾഡ് ഡിസേർവ് പ്രൊട്ടക്ഷൻ. സോ ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിയുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ വന്നിട്ടുണ്ടാവാം. അവരെ മാക്സിമം നിങ്ങളിലേക്കുള്ള ആക്സസ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇറ്റ് ഈസ് നോട്ട് ക്രൂവൽറ്റി, ഇറ്റ് ഈസ് വിസ്ഡം. കാരണം നമ്മൾ നമ്മളുടെ പീസ് പ്രൊട്ടക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പകരം അത് ആരും തന്നെ വന്ന് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങളുടെ ഹൃദയം നല്ലതാണ്, അത് നിങ്ങൾക്കുള്ള ഒരു ഗിഫ്റ്റ് ആണ്. പക്ഷെ ആ ഗിഫ്റ്റില് ഒരു ബൗണ്ടറി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഗിഫ്റ്റ് നിലനിൽക്കുന്നുണ്ടാവില്ല. ഒരു ദിവസം അത് നിങ്ങളെ തന്നെ തകർക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഓർക്കുക, എല്ലാവർക്കും നിങ്ങളുടെ കൈൻഡ്നെസ് എന്നുള്ളത് ലഭിക്കാം, പക്ഷെ നിങ്ങളുടെ അൺലിമിറ്റഡ് ആക്സസ് ലഭിക്കേണ്ടതില്ല. സോ എനിവേ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ്. സ്റ്റേ ഗ്രൗണ്ടഡ്.
ബൈ ഓൾ.